بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: من سره أن يستجيب الله له عند الشدائد والكرب فليكثر الدعاء في الرخاء. മുസാ പറഞ്ഞു, യാതനയിലും ദുരിതത്തിലുമൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതവനെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, സമൃദ്ധിയിലും സുഭിക്ഷതയിലും ക്ഷേമത്തിലുമൊക്കെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കട്ടെ. സാധാരണ ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നത് വല്ല പ്രയാസവും വിപത്തുകളൊക്കെ നേരിടുമ്പോൾ മാത്രമാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ നീണ്ട പ്രാർത്ഥനകളിൽ ഏർപ്പെടാം. അതുപോലെ ഐച്ഛികമായ നമസ്കാരങ്ങളിലൊക്കെ ഏർപ്പെടും. പിന്നെ ആ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊന്നും കാണപ്പെടുകയില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം സത്യവിശ്വാസികളുണ്ടാകാൻ പാടില്ല. സത്യവിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല, കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയൊക്കെ എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ സൂറത്ത് യൂനുസിൽ 22-23 ആയത്തുകളിൽ മനുഷ്യരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ വദന്നു അന്നഹും ഉഹീത ബിഹിം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ലഇൻ അൻജയ്തനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ ഫലമ്മാ അൻജാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് യാ അയ്യുഹന്നാസ് ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും മതാഉൽ ഹയാത്തിദ് ദുനിയ സുമ്മ ഇലൈനാ മർജിഉക്കും ഫനനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കരയിലും കടലിലുമൊക്കെ നിങ്ങൾ സഞ്ചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയതൊക്കെ അള്ളാഹുവാണ്. നിങ്ങൾ വളരെ ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നതാ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ അലയടിക്കുന്നു. നാനാഭാഗത്തു നിന്നും തങ്ങൾ വലയം ചെയ്യപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ അത്യാഹിതത്തിൽ അകപ്പെട്ടതായിട്ട് അവർ കരുതുകയാണ്. ആ ഘട്ടത്തിൽ അവർ വളരെ വണക്കത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നോട് അങ്ങേയറ്റം നന്ദിയുള്ളവരായി ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അള്ളാഹു തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടവരെ രക്ഷപ്പെടുത്തിയാൽ അവർ പിന്നെ അക്രമികളായിട്ട് മാറുകയാണ്. അള്ളാഹുവിനോട് കൂറും ഭക്തിയും നന്ദിയൊന്നും പ്രകടിപ്പിക്കാതെ തോന്നിയ പോലെയൊക്കെ ധിക്കാരപരമായി ജീവിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് അല്ലാഹു തആല പറയുന്നു: ജനങ്ങളെ, നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ കാണിക്കുന്ന ഈ ധിക്കാരമുണ്ടല്ലോ, അത് നിങ്ങൾക്കെതിൽ തന്നെയാണ് വന്നു ഭവിക്കുക. അതിൻ്റെ ഫലം ക്ഷണികമായ ഭൗതിക ജീവിതത്തിലെ സുഖഭോഗങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. പിന്നീട് നിങ്ങൾ നമ്മളുടെ അടുത്തേക്കാണ് മടങ്ങി വരേണ്ടത്.
തദവസരത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ ആ ചെയ്തികളൊക്കെ നിങ്ങൾക്ക് അവിടെ വെച്ച് വിവരിച്ചു തരുന്നതാണ്, അഥവാ വിചാരണക്കെടുക്കപ്പെടുന്നതാണ് എന്നർത്ഥം. ഇപ്പോൾ വിപത്തുകൾ വരുമ്പോൾ മാത്രമല്ല അള്ളാഹുവിലേക്ക് തിരിയേണ്ടത്, മറിച്ച് സദാസമയവും അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനെ വണങ്ങി സമസൃഷ്ടികളോട് സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കണം എന്നാണ് ഈ ആയത്തിലും ഉത്ബോധിപ്പിക്കുന്നത്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ അറാഫ് 55-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ദുഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദിൻ. നിങ്ങൾ വളരെ വിനയത്തോടെയും കീഴ്വണക്കത്തോടുകൂടിയും എളിമയോടുകൂടി ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരെ ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുന്നതല്ല. സൂറത്തുൽ അൻആം 42-43 ആയത്തുകളിൽ പ്രകാരം പറയുന്നു, ഫഅഖദ്നാഹും ബിൽ ബഅ്സാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തദറഉ വലാകിൻ ഖസത്ത് ഖുലൂബഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. യാതനയും ദുരിതവും കൊണ്ട് നാം അവരെ പരീക്ഷിച്ചു, അവരെ പിടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വിനീതരായി തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശിക്ഷ ബാധിച്ചിട്ടും ആ ധിക്കാരികൾ എന്തുകൊണ്ട് വിനീതരായി മാറിയില്ല? അവരുടെ മനസ്സുകളൊക്കെ ഇങ്ങനെ കടുത്തുപോയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ, ജീവിത രീതിയൊക്കെ പിശാച് വളരെ അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള മാർഗങ്ങൾ നിങ്ങൾ തേടുക എന്ന് സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട് 35-ാമത്തെ ആയത്തിൽ. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, തഖറബു ഇലൈഹി ബിത്വാഅ, പ്രതിഫലവും അതായത് അവൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും അവ വേണ്ടും വിധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുക എന്നാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.